ജി സുകുമാരൻ നായരിനെ പിന്നിൽ നിന്ന് കുത്തിയ കട്ടപ്പ എന്ന് കുറച്ചധികം നാളുകളെ നമ്മൾ കേൾക്കുന്ന ഒരു വാക്കാണ്. അദ്ദേഹത്തെ ഇത്തരത്തിൽ ആക്ഷേപിക്കുന്നതിന് പ്രധാന കാരണം എന്ന് പറയുന്നത് തന്നെ LDF-നോട് ചേർന്ന് നിൽക്കുന്ന ഒരു സമീപനം ഇപ്പോൾ കുറച്ച് അടുത്ത നാളുകളായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ആ ഒരു കാരണം കൊണ്ടാണ് ഇത്തരത്തിൽ അദ്ദേഹത്തിന് ഈ ഒരു വിളിപ്പേര് കൊണ്ട് ഇപ്പോൾ അറിയപ്പെടുന്നത്. ഇപ്പോ സുകുമാരൻ നായരെ പുറത്താക്കാൻ മറ്റു നായന്മാർ തുനിഞ്ഞിറങ്ങിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കാണുന്നത്. ഇതിന്റെ യഥാർത്ഥ വശം എന്താണ്? എന്തിനാണ് ഇത്തരത്തിലൊരു നീക്കം നായന്മാർ തന്നെ നടത്തുന്നത്? കാരണം ഭരണപക്ഷത്തോട് ചേർന്ന് നിൽക്കുന്നതിൽ എന്താണ് തെറ്റ്? അല്ല, ഈ വിഷയം ആദ്യം തുടങ്ങിയത് ആഗോള അയ്യപ്പ സംഗമത്തിൽ നിന്നാണ്. ആഗോള അയ്യപ്പ സംഗമത്തിൽ CPM-ന്റെ നിലപാടായിരുന്നു ശരി എന്ന് പറഞ്ഞ സുകുമാരൻ നായരുടെ നിലപാടിനെ ചൊല്ലിയിട്ടാണ് ഇപ്പൊ തർക്കം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൽ സുകുമാരൻ നായർക്ക് മാത്രമല്ല ഫ്ലെക്സ് വെച്ചിട്ടുള്ളത്, ഗണേഷ് കുമാറിനെതിരെയും ഫ്ലെക്സ് വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഗണേഷ് കുമാർ സുകുമാരൻ നായർ പറഞ്ഞതാണ് ശരി, CPM-നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, എന്താണ് കുഴപ്പമെന്ന് അദ്ദേഹം ഒരു പ്രസംഗത്തിൽ ചോദിക്കുകയും പിന്നീട് അതിൻ്റെ അടുത്ത ദിവസങ്ങളിൽ തന്നെ ഗണേഷ് കുമാറിനെതിരെയും ആളുകൾ ഫ്ലെക്സ് വെക്കുന്നത് നമ്മൾ കണ്ടതാണ്. സുകുമാരൻ നായർക്ക് പാദസേവ ചെയ്യുന്ന ഗണേഷ് കുമാർ നായന്മാരെ ഉണ്ടാക്കാനായിട്ട് വരണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഫ്ലെക്സിലെ കാര്യങ്ങളൊക്കെ. അപ്പം എന്ത് തന്നെയാണെങ്കിലും NSSന്റെ ഇപ്പോൾ പൊതു നിലപാട് എന്ന് പറയുന്നത് സർക്കാരിന് അനുകൂലമായിട്ടാണ്. നമ്മൾ കഴിഞ്ഞ കാലത്തിലെല്ലാം കണ്ടതായിരുന്നു NSS എപ്പോഴും ചേർന്ന് നിന്നത് കോൺഗ്രസിനോടൊപ്പമായിരുന്നു. പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ ആഗോള അയ്യപ്പ സംഗമത്തിൽ സുകുമാരൻ നായർ പറഞ്ഞത് ശബരിമലയ്ക്ക് വേണ്ടിയിട്ട് CPM മാത്രമേ എന്തെങ്കിലും ചെയ്തിട്ടുള്ളൂ, BJP ചതിച്ചു, കോൺഗ്രസ് ഒന്നും ചെയ്തിട്ടില്ല. ഇതായിരുന്നു അദ്ദേഹത്തിന്റെ നിലപാട്. CPM-നോടൊപ്പമാണ് ആഗോള അയ്യപ്പ സംഗമത്തിൽ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ നിലപാട്. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഈ കാലഘട്ടത്തിൽ തന്നെയാണ് ശബരിമലയിൽ ഇത്രയും വലിയ മോഷണം നടത്തിയത്, അല്ലെങ്കിൽ ഇത്രയും വലിയ മോഷണം നടന്നത്. എന്നിട്ട് അതിനെ പറ്റി അദ്ദേഹം എന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ കഴിഞ്ഞ ദിവസം, അപ്പോൾ ഇന്നത്തെ ദിവസങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിനെതിരെ പെരുന്നയിലേക്ക് പ്രതിഷേധം നടത്തുന്ന ആളുകളുടെ റാലിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ആ റാലിയിൽ അവരെന്താണ് പറയുന്നത്? അപ്പം അദ്ദേഹത്തിന്റെ നിലപാടുകൾ തിരുത്തണം. അത് NSSന്റെ പൊതു നിലപാടായിട്ട് പറയരുത്. കഴിഞ്ഞ ദിവസം ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ പറഞ്ഞൊരു പ്രസ്താവനയുണ്ടായിരുന്നു. CPM-നോട് ചേർന്ന് നിൽക്കുന്ന വെള്ളാപ്പള്ളി ആണെങ്കിലും CPM-നോട് ചേർന്ന് നിൽക്കുന്ന ജി സുകുമാരൻ നായർ ആണെങ്കിലും അതൊക്കെ ആ ഒരു വ്യക്തികളുടെ മാത്രം താല്പര്യമാണ്. യഥാർത്ഥത്തിൽ ഈ നമ്മൾ പറയും NSS-ൽ നിന്ന് പ്രതിനിധീകരിച്ചുകൊണ്ട് സുകുമാരൻ നായരെന്നും SNDP-ൽ നിന്ന് പ്രതിനിധീകരിച്ചുകൊണ്ടാണ് വെള്ളാപ്പള്ളി നടേശനെന്ന് പറയുമെങ്കിലും ഈ രണ്ട് വ്യക്തികളുടെ മാത്രം താല്പര്യം കൊണ്ടാണ് പാർട്ടി ഈ LDF-നോട് ചേർന്ന് ഇവർ നിൽക്കുന്നത്. ഇവരുടെ താഴെയുള്ള ഈ ഒരു സംഘടനയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മറ്റാർക്കും തന്നെയും LDF-നെ ചേർത്ത് നിർത്താനോ CPM-നോട് ചേർന്ന് നിൽക്കാനോ താല്പര്യമില്ല എന്നുള്ളതല്ലേ വസ്തുത? അല്ല, ഇതെല്ലാം പറയുന്ന സുകുമാരൻ നായർ ഒരു കാര്യം ചിന്തിക്കണം. കഴിഞ്ഞ പിണറായി സർക്കാരിന്റെ കാലഘട്ടത്തിൽ എങ്ങനെയാണ് ശബരിമലയെ അവർ നോക്കിക്കണ്ടേന്ന്. സ്ത്രീ പ്രവേശനം നമ്മൾ കണ്ടാണ്. സ്ത്രീ പ്രവേശനത്തിന്റെ പേരിൽ അവിടെ വന്നിട്ടുള്ള അയ്യപ്പ ഭക്തരെ അടിച്ചോടിക്കുന്ന പോലീസുകാരെ നമ്മൾ കണ്ടതാണ്. ആ പോലീസ് സേനയെ നമ്മൾ കണ്ടതാണ്. എത്ര അവിടെ നിർത്തിയിട്ടിരുന്ന, അതായത് ശബരിമലയിലേക്ക് വന്ന ആളുകളുടെ ബൈക്കുകളും മറ്റു കാര്യങ്ങളും എല്ലാം നശിപ്പിക്കുന്ന പോലീസുകാരെ നമ്മൾ കണ്ടതാണ്. അവിടെ ആകെ ഇറങ്ങി വന്നിട്ട് സംസാരിച്ചത് കോൺഗ്രസ്സുകാർ മാത്രമാണ്. അവിടെ അന്ന് വന്ന് കണ്ട K. സുധാകരന്റെ ഒരു രൂപമുണ്ട്. എന്നാൽ നീ അടിയടാന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ചെന്ന് ധൈര്യത്തോടെ ചോദിച്ചൊരു നേതാവിന്റെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ അത് K. സുധാകരനാണ്. K. സുധാകരൻ കോൺഗ്രസ് ആണ്. അപ്പം ശബരിമലയ്ക്ക് വേണ്ടി കോൺഗ്രസ് ഒന്നും ചെയ്തിട്ടില്ല എന്നൊന്നും പറയരുത്. കോൺഗ്രസ് അതിന്റെ കാലഘട്ടത്തിലും ഒരുപാട് കാര്യങ്ങൾ ശബരിമലയ്ക്ക് വേണ്ടി കോൺഗ്രസ് ചെയ്തിട്ടുണ്ട്. പിന്നെ കഴിഞ്ഞ 5 കൊല്ലം കോൺഗ്രസിന് അധികാരമില്ലായിരുന്നു. ആ സമയത്ത് CPM ഇവിടെ എന്താണ് ചെയ്തതെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അത് സുകുമാരൻ നായർക്ക് അവർക്ക് എന്തെങ്കിലും രാഷ്ട്രീയ ലക്ഷ്യങ്ങളൊക്കെ കാണും. ഇപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സംവരണവുമായി ബന്ധപ്പെട്ട് കോടതിയിൽ ചെന്നപ്പം 12% സംവരണമാണ് NSSന് അനുവദിച്ചു കൊടുത്തിട്ടുള്ളത്. അതിന് അനുകൂലമായിട്ടാണ് CPM അവിടെ നിലപാടെടുത്തിട്ടുള്ളത്. NSSന് അനുകൂലമായിട്ട് NSSന് വേണ്ടിയിട്ടാണ് കോടതിയിൽ പോലും CPM നിലനിന്നിട്ടുള്ളത്. അപ്പം 12% സംവരണം കൊടുത്ത CPM-ന് വേണ്ടിയിട്ട് ചിലപ്പോൾ രാഷ്ട്രീയ താല്പര്യങ്ങൾ കാണും, അവർ തമ്മിൽ എന്തെങ്കിലും സെറ്റിൽമെന്റോ കാര്യങ്ങളോ കാണും. അപ്പൊ അതിന്റെ പേരിൽ വിശ്വാസികളുടെ സമുദായത്തിന്റെ എല്ലാം കൂടെ അട്ടിപ്പേറവകാശം സുകുമാരൻ നായർ എടുക്കുന്നത് ശരിയാണോ? അല്ല. അദ്ദേഹത്തിന്റെ നിലപാട് പറയാം. പക്ഷെ അത് സമുദായ അംഗങ്ങളുടെ മുഴുവൻ നിലപാടാണ് എന്ന് പറയുന്നത് ഏറ്റവും വലിയ തെറ്റാണ്. അപ്പം ഒന്ന് ആലോചിച്ച് നോക്കൂ, ശബരിമല വിഷയം ഭക്തരുടെ വിഷയമാണ്. ആ ഭക്തരുടെ വിഷയത്തിൽ ഇത്രത്തോളം ഭക്തരെ നോവിച്ചിട്ടുള്ള ഒരു സർക്കാർ വേറെ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. ഇപ്പോ ഈ ഒരു ശബരിമല വിഷയത്തിൽ പലരും പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. ഇനിയും കുറെ അധികം കാര്യങ്ങൾ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് പുറത്തു വരാനുണ്ട്, ഇനിയും കുറെ സത്യാവസ്ഥകൾ പുറത്തു വരാനുണ്ട് എന്ന്. ഇത്തരത്തിൽ സത്യാവസ്ഥകൾ പുറത്തു വരുമ്പോൾ പ്രതിസ്ഥാനത്ത് ഇപ്പോൾ CPM നിൽക്കുമ്പോൾ അതിന്റെ പാപത്തിന്റെ പങ്ക് പറ്റാൻ ജി സുകുമാരൻ നായരും ആ ഒരു ലിസ്റ്റിൽ വരുമോ എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും വലിയ സംശയം എന്ന് പറയുന്നത്. അല്ല, ഇവരുടെ എല്ലാം വിഷയം എന്ന് പറയുന്നത് രാഷ്ട്രീയപരമായി തന്നെയാണ്. ഇപ്പം പെരുന്നയിൽ ഒരു പരിപാടി നടക്കുമ്പോൾ അവിടേക്ക് ഒരാളെ ക്ഷണിക്കുകയാണെങ്കിൽ അത് കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണ്.
ഇപ്പൊ നമ്മൾ കണ്ടിട്ടുള്ളതാണ് പെരുന്നയില് മന്നത്ത് പത്മനാഭന്റെ ജന്മശതാബ്ദിക്കെല്ലാം ഓരോ ആളുകളെ കൊണ്ടുവരും. അത് വ്യത്യസ്ത രാഷ്ട്രീയത്തിലുള്ള നായന്മാരെ ആയിരിക്കും കൊണ്ടുവരുന്നത്. അപ്പൊ അതിൽ കൃത്യമായിട്ട് അവർക്ക് ലക്ഷ്യങ്ങളുണ്ട്, രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ തന്നെയാണ്. ഇപ്പൊ കഴിഞ്ഞ കാലങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ രമേശ് ചെന്നിത്തല ഏറ്റവും കൂടുതൽ ഐഡന്റിഫൈ ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ രമേശ് ചെന്നിത്തല ഏറ്റവും കൂടുതൽ കളിയാക്കിക്കൊണ്ട് പറഞ്ഞത് NSSന്റെ ആളാണ്. ആ രീതിയിൽ പൊക്കൊണ്ടിരുന്ന ഒരാളായിരുന്നു രമേശ് ചെന്നിത്തല. അപ്പം അദ്ദേഹത്തിനെ പോലും സ്വന്തം ഗ്രൂപ്പിലുള്ള ആളുകൾ പോലും ആ രീതിയിൽ ആക്ഷേപിച്ചിട്ടുണ്ട്. ഈ ഒരു കാരണം കൊണ്ട് തന്നെയായിരിക്കാം ഒരുപക്ഷെ ആ ഒരു സമയത്ത് രമേശ് ചെന്നിത്തലയെ സൈഡാക്കാനായിട്ട് കോൺഗ്രസ് പാർട്ടി പോലും മുന്നിൽ നിന്നത്. ഒരു മതത്തിന്റെ ഒരാളാണ് അല്ലെങ്കിൽ ഒരു ജാതിയുടെ ഒരാളാണ് എന്നുള്ള രീതിയിലേക്ക് രമേശ് ചെന്നിത്തല അത്തരത്തിൽ ഒതുക്കി കളഞ്ഞിരുന്നു. പക്ഷെ എപ്പോഴും ഇപ്പം ഒരുപാട് മത നേതാക്കന്മാരുണ്ട്. ഇപ്പം വെള്ളാപ്പള്ളി ആണെങ്കിൽ പോലും വെള്ളാപ്പള്ളി എപ്പോഴും ചേർന്ന് നിൽക്കുന്ന എവിടെയാണ്? CPM ആയിട്ടാണ്. അപ്പം CPM-നോടാണ് എന്ന് പറയുമ്പോൾ പോലും 1% BJP-യോടാണ് ചായ്വ്. അപ്പൊ അദ്ദേഹത്തിന്റെ മകൻ തുഷാർ വെള്ളാപ്പള്ളി BJP-യുടെ നേതാവാണെങ്കിൽ പോലും എപ്പോഴും നമുക്ക് കാണാൻ കഴിയുന്നത് പിണറായി വിജയന്റെ വണ്ടിയിൽ തോളെ കൈയിട്ടായിരിക്കും രണ്ടുപേരും കൂടെ നടക്കുന്നത്. ഈ ഒരു വിഷയത്തെ കുറിച്ച് കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്ന ഒരു ചർച്ചയിൽ ഒരു വ്യക്തി പറയുകയുണ്ട്, ഒരു എന്താ പറയാ CPM-ഓട് ചേർന്ന് നിൽക്കുന്ന ഒരു വ്യക്തി പറഞ്ഞത്, അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. വെള്ളാപ്പള്ളി നടേശനെ സംബന്ധിച്ച് BJP ഈ ഒരു വിഷയം മതമായി ചേർന്ന് നിന്നുകൊണ്ട് അല്ലെങ്കിൽ മുസ്ലിം സമുദായങ്ങളെയൊക്കെ തള്ളി പറയുന്ന ഒരു രീതി ഇപ്പോൾ വെള്ളാപ്പള്ളിയിൽ നമ്മൾ കാണുന്നുണ്ട്. ആ ഒരു വിഷയത്തെ കുറിച്ച് അദ്ദേഹം പറഞ്ഞൊരു കാര്യം, അത് നിവർത്തികേട് കൊണ്ടാണ്. BJP ചേർത്ത് നിർത്തുന്നത് വെള്ളാപ്പള്ളിയുടെ നിവർത്തികേട് കൊണ്ടാണ് എന്നാണ് പറയപ്പെടുന്നത്. ഇതുപോലെ തന്നെ ആയിരിക്കാം ചിലപ്പോൾ NSSന്റെ G സുകുമാരൻ നായർ LDF-നെ ചേർത്ത് നിർത്തുന്നതും അദ്ദേഹത്തിന്റെ നിവർത്തികേട് കൊണ്ടാണെങ്കിലോ? അല്ല, ചിലപ്പോൾ നിവൃത്തികേടുകൊണ്ടായിരിക്കാം. നിവൃത്തികേടാണ് എന്ന് പറഞ്ഞ ഒരു സമുദായത്തിലെ അംഗങ്ങളെ മൊത്തം ഒരു പാർട്ടിയുടെ കീഴിൽ അടിയുറവ് വെക്കുന്നത് ശരിയായിട്ടുള്ള നിലപാടല്ല. ഇപ്പൊ ഗണേഷ് കുമാറുണ്ട്, CPM-നുമായി ചേർന്ന് നിൽക്കുന്ന മന്ത്രിയാണ് എന്ന് കരുതി ഗണേഷ് കുമാർ പറയുന്ന എല്ലാ കാര്യവും ഇവിടുത്തെ സമുദായ അംഗങ്ങൾ കേൾക്കണമെന്ന് പറയുന്നത് ശരിയായിട്ടുള്ള കാര്യമാണോ? അപ്പൊ ഗണേഷ് കുമാറിൻ്റെതായിട്ടുള്ള രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ കാണും, അല്ലെങ്കിൽ രാഷ്ട്രീയപരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ കാണും. CPM-നോട് ചേർന്ന് നിൽക്കുന്നത് അധികാരം കിട്ടാനായിരിക്കും. അധികാരമോഹികളായിട്ട് അങ്ങനെ ഒരുപാട് പേരുണ്ട്. അപ്പൊ അധികാരത്തിന്റെ പേരിൽ, അധികാരത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയിട്ട് സമുദായ അംഗങ്ങളെ തിരുത്തി പറയുന്നത് അല്ലെങ്കിൽ അവരെ മോശമായി പറയുന്നത് തെറ്റായിട്ടുള്ള നിലപാടാണ്. ഇത് ഭക്തിയുമായി ബന്ധപ്പെട്ട കാര്യമാണ്, ശബരിമലയുമായി ബന്ധപ്പെട്ടൊരു കാര്യമാണ്. ശബരിമലയിൽ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിഷയങ്ങൾ മുന്നിൽ നിൽക്കുമ്പോൾ ശബരിമലയിൽ ആഗോള അയ്യപ്പ സംഗമം നടത്തി എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ചിലപ്പോൾ പിണറായി വിജയൻ ശബരിമലയിൽ ചെന്ന് അയ്യപ്പനോട് പറഞ്ഞത് ഇതുവരെ ചെയ്ത പാപങ്ങളെല്ലാം പൊറുക്കണമേ എന്നായിരിക്കും. ആ പൊറുക്കുന്നതിന്റെ ഫലമായിരിക്കാം, കർമ്മഫലം ഉണ്ടല്ലോ, ആ കർമ്മഫലമായിരിക്കാം പിണറായി വിജയൻ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം സ്വർണ്ണമോഷണമാണെങ്കിലും മറ്റു കാര്യങ്ങളാണെങ്കിലും CPM-നെ പ്രതികൂട്ടിലാക്കുന്നത് അതുകൊണ്ടൊക്കെ ആയിരിക്കാം. എന്ത് തന്നെയാണെങ്കിലും ഇപ്പം അതുകൊണ്ടാണ് സുകുമാരൻ നായരെ പുറകിൽ നിന്നും കുത്തിയ കട്ടപ്പ എന്ന രീതിയിലൊക്കെ പോസ്റ്റർ അടിച്ചിറക്കേണ്ടി വന്നത്. അപ്പം ചിലപ്പോൾ സുകുമാരൻ നായർ ഇതുപോലെ രാജിവെക്കും. കാരണം പ്രതിഷേധം അത്രത്തോളം ശക്തമായി കഴിഞ്ഞാൽ പിടിച്ചു നിൽക്കാനൊന്നും കഴിയില്ല. ഇനി എത്ര വലിയ പോപ്പാണെന്ന് പറഞ്ഞാലും എത്ര വലിയ രാജാവാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും സമുദായ അംഗങ്ങൾ കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ നേതാവായിട്ട് മുന്നിൽ നിൽക്കാൻ കഴിയൂ. അല്ലെങ്കിൽ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾക്ക് നിലപാടുള്ളൂ, വിലയുമുള്ളൂ. സമുദായ അംഗങ്ങൾ തിരിഞ്ഞു കഴിഞ്ഞാൽ അത് വിഷയം തന്നെയായിരിക്കും.